നമ്മളിപ്പോൾ പോകുന്നത് മറീന കഴിഞ്ഞാട്ടാ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് റീം ഭാഗത്തേക്കാണ്. റീം ഭാഗത്തേക്കുള്ള റോഡാണിത്. കോർണിഷ് റോഡ് ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്യുന്നത് ഹംദാനെ എലക്ട്രയിനാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എലക്ട്ര വരെ നമുക്ക് പോവാം. ഓക്കെ, യെസ്, ഓക്കെ. സിഗ്നൽസൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇത് സിഗ്നൽസൊക്കെ ഇന്ന് നമ്മുടെ ഫേവർ ആണെന്ന് തോന്നുന്നു. ട്രാഫിക്കും കുറവാണ്. അപ്പം ഞങ്ങളിതിപ്പോൾ പറഞ്ഞത് ദുബായിൽ നമ്മളുള്ളത് കൊണ്ട്, UAE നമ്മളുള്ളത് കൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ മടുപ്പ് തോന്നിയാൽ സോറി, നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം ഇത് വെറും റോഡാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് നമ്മളവിടെ റീമിലെത്തുമ്പോഴേക്ക് നമ്മൾ കുറച്ച് ഏരിയാസൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, റോഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോഴേക്ക് നമ്മൾ ആക്റ്റീവ് ചെയ്ത് ഇപ്പോൾ നമ്മൾ എലക്ട്രയിൽ കയറി കേട്ടോ. ഇത് എലക്ട്ര റോഡാണ്, അബുദാബി എലക്ട്ര റോഡാണ്. ഈ റോഡിലൂടെ പോയാൽ നമുക്ക് ഗലറിയ ഭാഗത്തിലൂടെ നമുക്ക് റീമിലേക്ക് പോവാം. റീമിന്ന് നമുക്കൊരു ചെറിയ റൗണ്ട് എടുത്ത് വീണ്ടും തിരിച്ച് ഹംദാനിലൂടെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് റൈറ്റ് പോയാൽ ഇവിടെ അബുദാബി മോൾ കിട്ടും. ഇവിടെ കുറച്ച് മോളുകളൊക്കെ അടുത്തടുത്താണുള്ളത്. ഇവിടെ അബുദാബി മോളുണ്ട്, പിന്നെ അബുദാബി ഹാർട്ട് സിറ്റി അല്ലേ? പിന്നെ ഇവിടെ കുറച്ച് ഫ്രണ്ട് പോയാൽ ഗല്ലറിയ മോളുണ്ട്. പിന്നെ അവിടുന്ന് താഴെ പോയാൽ ബുട്ടീക്ക് മോളുണ്ട്. അങ്ങനെ കുറച്ച് മോളുകൾ സറൗണ്ടിങ്ങിലുള്ള ഒരു ഏരിയ ആണ് ഈ ഏരിയ. പിന്നെ അവിടെ തന്നെ ഗല്ലറിയൻ്റെ തൊട്ടടുത്ത് ക്ലീവ്ലൻഡ് ഹോസ്പിറ്റലുണ്ട്. അത് വൺ ഓഫ് ദ എന്താ പറയുക ടോപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയാം. 72 ICU ബെഡ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്. 72 ICU ബെഡ്സ് പറഞ്ഞാൽ ഭയങ്കര ഫെസിലിറ്റിയാണ്. പിന്നെ നല്ല ഫെസിലിറ്റിയാണ്. പിന്നെ ഞാൻ അറിഞ്ഞതുവരെ ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഹാർട്ട് ബ്ലോക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. ക്ലിവ്ലൻഡിൽ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. ഞാൻ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിന് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിട്ട് ഇഷ്യൂസ് ഉണ്ടായിട്ട് ഇവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അവരൊരു 2-3 വീക്സ് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫ്രീ ആണ്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ അബുദാബിയിൽ ഹാർട്ട് സർജറി അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേറെ ഹോസ്പിറ്റൽസ് ഇല്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റലാണ് ക്ലിവ്ലൻഡ്. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ അവർ ഫ്രീ ആയി തരും. പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപാട് അവർ നാട്ടിലേക്ക് പറഞ്ഞു വിടും പറഞ്ഞാൽ പിന്നെ വേറെ എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനാണെങ്കിൽ നാട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ അറിഞ്ഞവരാട്ടോ. എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയില്ല. എന്നോട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ അല്ലേ? ഇത് എൻ്റെ ഫ്രണ്ട് ഇവിടെ എത്ര സമയം മുമ്പ് ഇത് ചെയ്തത്? ഇത് റീസെൻ്റ്ലി ആണ്, ഒരു 1 month മുമ്പാണ്. നിങ്ങളിപ്പോൾ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ബിൽഡിംഗ് ആണ് ക്ലിവ്ലൻഡ് ക്ലിനിക്ക്. ഇത് ബ്ലൂ കളർ ലൈറ്റ് കാണുന്നതാണ്. ഇത് USA പിന്നെ ഇവിടുത്തെ മുബാദലും തമ്മിൽ എന്താ പറയുക ജോയിൻ്റായി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ക്ലിവ്ലൻഡ്. പിന്നെ ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് അൽമറയ ഗലറിയ. ഇവിടെ 2 ഹോട്ടൽസ് ഉണ്ട്, റോസ്വുഡ്. പിന്നെ അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഏതോ ഒരു ഹോട്ടലുണ്ട്. ഇപ്പോൾ അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ഇതിപ്പോൾ ലെഫ്റ്റിൽ കാണുന്നതാണ് ഗലറിയ മോള്. അതിൻ്റെ തൊട്ടടുത്താണ് റോസ്വുഡ് ഹോട്ടലുള്ളത്. അപ്പോൾ ഇത് മൊത്തം ഗലറിയാണ് കേട്ടോ. ഇത് മൊത്തം ഗലറിയാണ്. ഇത് ഈ സൈഡ് വരെ ഗലറിയാണ്. ഗലറിയ 2 ഭാഗമുണ്ട്, ഓൾഡ് ഉണ്ട് പിന്നെ ന്യൂ ഉണ്ട്. പുതിയ ഗലറിയാണ് ഇപ്പോൾ ലെഫ്റ്റിൽ കാണുന്നത്. അവിടെ റോസ്വുഡിൻ്റെ അടുത്തുള്ള ഗലറിയാണ് പഴയ ഗലറി. അത് ലക്സറി സെക്ഷനാണ്. അവിടെ ലക്സറി ബ്രാൻഡ്സ് ഒക്കെ ഉള്ള ഏരിയ ആണ്. ഇനിയിപ്പോൾ നമ്മൾ താഴെ പോകുന്നത് ഷംസ് ബുട്ടീക്കിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇവിടെ മൊത്തം റെസിഡൻസ് ഏരിയ ആണ്. നമ്മൾ സ്ട്രൈറ്റ് പോയി
ലാസ്റ്റിൽ നിന്ന് സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്ത് അവിടെ നിന്ന് ലെഫ്റ്റ് വെച്ച് പോവാണ്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് പിടിക്കേണ്ടി വരും. പുള്ളി ഭയങ്കര സ്പീഡാണല്ലോ ബാക്കിൽ. ഓക്കെ, സിഗ്നലൊക്കെ നമ്മുടെ ഫ്ലേവറാണ് ഇന്ന് നമ്മുടെ ഫേവറാണ് ഫുള്ള് സിഗ്നലൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് പോവാം നമുക്ക്. നമ്മുടെ ബാറ്ററി ചെറുങ്ങനെ ഡ്രെയിനായി വരെയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്യണം. അത് നമ്മളിവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ഇട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ നമ്മൾ പോകുന്നത് സെംസ് ബുട്ടീക്കിൻ്റെ അടുത്തേക്കാണ്. സെംസ് ബുട്ടീക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ബുട്ടീക്ക് മോള് പിന്നെ കുറച്ച് റെസിഡൻസി ഏരിയ ഉള്ള സ്ഥലമാണ്. റീമാണ്, റീം ഐലാൻഡ് എന്നാണ് ഇവിടേക്ക് പറയാം. ഇവിടേക്ക് പേര് പറയാം റീം ഐലാൻഡ് എന്നാണ്. അപ്പോൾ റീം ഐലാൻഡിൽ കുറച്ച് റെസിഡൻസി, പിന്നെ റീം മോളുണ്ട്, പിന്നെ ബുട്ടീക്ക് മോളുണ്ട്, പിന്നെ ഇവിടെ ഒരു കാരിഫോർ ഉണ്ട്, വലിയ കാരിഫോർ ഉണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ റെസിഡൻസി ഇവിടെ കൂടുതലും യൂറോപ്യൻസാണ് ഇവിടെ താമസിക്കുന്നത്, റെസിഡൻസ് ഉള്ളത്. പിന്നെ അതേപോലെ ഏഷ്യൻസ് ഉണ്ട്. ഇവിടെ റെൻ്റൊക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ച് ചാലഞ്ചാണ് ഈ ഭാഗത്തൊക്കെ സ്പേസ് കിട്ടാൻ വേണ്ടി.